തിരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന മുൻമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ G. സുധാകരന്റെ വെളിപ്പെടുത്തൽ. ഇതിന്റെ പേരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും പ്രശ്നമില്ലെന്ന NGO യൂണിയൻ പൂർവ്വകാല നേതാക്കളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സുധാകരൻ പറഞ്ഞു. 1989-ൽ KV ദേവദാസ് ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ പോസ്റ്റൽ ബാലറ്റ് ശേഖരിച്ച് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്നു. താനായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി. ഞങ്ങൾക്ക് കിട്ടേണ്ട സർവീസ് സംഘടനാ അംഗങ്ങളുടെ വോട്ടിൽ പോസ്റ്റൽ ബാലറ്റുകളിൽ 15% മറിച്ചു ചെയ്തുവെന്നും G. സുധാകരൻ. പോസ്റ്റൽ ബാലറ്റ് ചെയ്യുമ്പോൾ വേറെയാണ് നോട്ട് ചെയ്യുന്നത്. കുറച്ചുപേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും അല്ലല്ലോ. പൊട്ടിച്ച് തരുന്നതുകൊണ്ട് അറിയാത്ത ഞങ്ങളത് പൊട്ടിക്കും. അത് പൊട്ടിക്കുമെന്നാണ് ചിന്തിക്കുക. അത് തരരുത് നമ്മുടെ കയ്യിൽ. നമ്മൾ ചെയ്താലെന്താ, നേരിട്ട് പോസ്റ്റ് ചെയ്തു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, G. സുധാകരൻ പറയുന്നത് ഇനിയിപ്പോൾ എന്റെ പേരിൽ കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷെ കുഴപ്പമുണ്ടാകും. ഇതിപ്പോ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്താണെന്ന് വ്യക്തമാക്കും എന്നാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല, കോൺഗ്രസും ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള നീക്കത്തിലാണ്. അല്പസമയം മുമ്പ് ആലപ്പുഴയിലെ മുതിർന്ന നേതാവും KPCC ജനറൽ സെക്രട്ടറിയുമായ A. ഷുക്കൂർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. സുധാകരൻ്റെ തുറന്നു പറച്ചിൽ, ഇപ്പോഴെങ്കിലും അദ്ദേഹം തുറന്നു പറഞ്ഞത് വലിയ നല്ല കാര്യമാണ്, സന്തോഷമുണ്ട് എന്നുള്ളതാണ് A. ഷുക്കൂർ പറഞ്ഞത്. കാരണം CPM ഒരു 50 വർഷത്തോളം കാലം CPM-ന്റെ ആലപ്പുഴ ജില്ലയിലെ തിരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുകയും തിരഞ്ഞെടുപ്പിൽ സജീവമായി ഇടപെടുകയും ചെയ്തിട്ടുള്ള മുതിർന്ന നേതാവാണ് G. സുധാകരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കണമെന്നാണ് പറയുന്നത്. പണ്ട് ബാലറ്റ് പെട്ടിയുടെ കാലത്ത്, ബാലറ്റ് തിരഞ്ഞെടുപ്പ് സ്ലിപ്പ് ഉണ്ടായിരുന്ന കാലത്ത് ബൂത്തുകൾ ആക്രമിക്കുകയും ബൂത്തുകൾ പിടിച്ചെടുക്കുകയും ചെയ്ത് ബാലറ്റിലും വ്യാപകമായ തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്ന് മാത്രവുമല്ല, കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലടക്കം വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് CPM നടത്തിയിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിലടക്കം അടൂർ പ്രകാശ് ഇത് കണ്ടെത്തുകയും തിരുത്തുകയും ഒക്കെ ചെയ്തു. എന്ന് മാത്രവുമല്ല, സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടുകൂടി CPM വ്യാപകമായ രീതിയിൽ തിരിമറി നടത്തുന്നുണ്ടെന്നുള്ള രാഷ്ട്രീയ ആരോപണം കൂടി ആലപ്പുഴയിൽ നിന്ന് ഉയർന്നു വരുന്നു. അതിനവർ പിന്താങ്ങുന്നത്, അല്ലെങ്കിൽ അവരതിന് ബലമാക്കുന്നത് G. സുധാകരൻ കഴിഞ്ഞ ദിവസം NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ്. രഘുനാഥ് നാരായണ വിവരങ്ങൾ നൽകിയത്. അന്ന് തെരഞ്ഞെടുപ്പിൽ വക്കം പുരുഷോത്തമനാണ് 25,000 വോട്ടിന് വിജയിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. പുരുഷോത്തമനെതിരെയാണ് ദേവദാസ് മത്സരിച്ചത്. ഏതാണ്ട് 15% പോസ്റ്റൽ വോട്ടുകൾ ഈ ദേവദാസിന് അധികം ആർക്കും അറിയില്ലായിരുന്നു എത്രയാണ്. അപ്പോ തങ്ങൾക്ക് അനുകൂലമായിട്ടല്ല കിട്ടിയത്. അതുകൊണ്ട് തങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന, ധാർമ്മികമായി കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ അങ്ങനെ തന്നെ തിരുത്തി എന്നുള്ളതൊക്കെയാണ് പ്രസ്താവന. ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും CPM-ന്. കാരണം തെരഞ്ഞെടുപ്പ് ധാർമ്മികത എന്നൊന്ന് പാർട്ടിക്ക് ബാധകമായിരുന്നില്ല. അത് ആലപ്പുഴ പോലൊരു പാർട്ടി കോട്ടയിൽ അത് ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തെയും മുതിർന്ന നേതാവും തലയെടുപ്പുള്ള നേതാവുമായ G. സുധാകരൻ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. എങ്കിൽ അത് ജനം കേൾക്കുന്നതാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ യുരത്നം കേൾക്കർ അദ്ദേഹം ഈ സംഭവം സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തുടർ ദിവസങ്ങളിൽ ഈ പോസ്റ്റൽ വോട്ട് തിരുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.